ഹായ് കൂട്ടുകാരെ, നമ്മുടെ തെന്നാലി രാമൻ വിജയനഗര രാജാവായ കൃഷ്ണദേവരായരുമായി കണ്ടുമുട്ടിക്കഴിഞ്ഞു. ഇനി തെന്നാലി രാമൻ്റെ അടുത്തൊരു കഥ കേട്ടാലോ നമുക്ക്. വിജയനഗരവാസികൾക്ക് അന്നത്തെ സായാഹ്നം ആകാംക്ഷഭരിതമായിരുന്നു. രാജമൈതാനത്ത് തിരുനെൽവേലിക്കാരൻ ജബ്ബാർ റാവുത്തറുടെ ഇന്ദ്രജാല പ്രകടനങ്ങൾ അരങ്ങേറാൻ പോവുകയാണ്. ആ വിസ്മയ പ്രകടനങ്ങൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുന്നതിനായി മഹാരാജാവ് കൃഷ്ണദേവരായരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ വാർത്ത നാട്ടിൽ പരന്നതോടെ നാനാഭാഗത്തു നിന്നും ജനം മൈതാനത്തേക്ക് ഒഴുകുവാൻ തുടങ്ങി. കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി തെന്നാലി രാമനും അവിടെ എത്തിച്ചേർന്നു. അകമ്പടിക്കാരോടൊപ്പം മൈതാനത്തിലെത്തിയ കൃഷ്ണദേവരായരെ ജനങ്ങൾ ഹർഷാരവം മുഴക്കി സ്വീകരിച്ചു. ഇന്ദ്രജാല പ്രകടനങ്ങൾക്ക് പ്രാരംഭം കുറിച്ചുകൊണ്ട് വാദ്യമേളങ്ങൾ മുഴക്കപ്പെട്ടു. നടക്കുവാൻ പോകുന്ന പ്രകടനങ്ങൾ കണ്ടാസ്വദിക്കുന്നതിനായി ജനങ്ങൾ അക്ഷമരായി കാത്തുനിന്നു. ചില സഹായികളുമൊത്ത് മൈതാന മധ്യത്തിലെത്തിയ ജബ്ബാർ റാവുത്തർ മഹാരാജാവിനെയും മാന്യ വ്യക്തികളെയും ജനങ്ങളെയും തൊഴുതിട്ട് ഇന്ദ്രജാല പ്രകടനങ്ങൾ അവതരിപ്പിക്കുവാൻ തുടങ്ങി. കത്തി ജ്വലിച്ചു നിന്നിരുന്ന അഗ്നിനാളങ്ങളിൽ നിന്ന് അയാൾ പൂമുട്ടുകൾ കൊയ്തെടുത്തു. കരകാണാ കടലിലെ അലറി വിളിക്കുന്ന തിരമാലകൾ അയാൾ മൈതാനത്ത് അവതരിച്ചപ്പോൾ ഭയവിഹുലരായ കാണികൾ അയ്യോ എന്ന് നിലവിളിച്ച് കരയുവാൻ തുടങ്ങി. നിരവധി ഹിംസ്ര ജന്തുക്കളുടെ മധ്യത്തിൽ ഏകനായി നിന്ന് അയാൾ അവയുമായി പൊരുതി. മിന്നിത്തിളങ്ങുന്ന നീണ്ട വാൾ കൊണ്ട് സഹപ്രവർത്തകരുടെ കൈയും കാലും തലയുമെല്ലാം ഛേദിച്ച് നാനാ ദിക്കുകളിലേക്ക് വലിച്ചെറിഞ്ഞു. പിന്നെ നിമിഷങ്ങൾക്കുള്ളിൽ അവരെ പേര് ചൊല്ലി വിളിച്ച് യാതൊരു അംഗഭംഗവും കൂടാതെ ജനമധ്യത്തിൽ പ്രദർശിപ്പിച്ചു. ഇന്ദ്രജാല പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് ജനമധ്യത്തിൽ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ജബ്ബാർ റാവുത്തർ വിളിച്ചു ചോദിച്ചു, നമ്മെ പരാജയപ്പെടുത്തുവാൻ കഴിവുള്ള ആരെങ്കിലും ഈ വിജയനഗര സാമ്രാജ്യത്തിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നാം അവരെ വെല്ലുവിളിക്കുന്നു. ഈ മൈതാനത്തിലേക്ക് കടന്നു വരിക, നമ്മോട് ഏറ്റുമുട്ടുക. നാം പരാജയപ്പെടുന്നുവെങ്കിൽ തല മുണ്ടനം ചെയ്ത് ഈ നാട് തന്നെ വിട്ടുപോകുന്നതാണ്. അവിടെ കൂടി നിന്നിരുന്നവരിൽ ആരും ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ ധൈര്യം കാട്ടിയില്ല. കൃഷ്ണദേവരായർക്ക് അയാളുടെ വെല്ലുവിളിയും തൻ്റെ പ്രജകളുടെ മൗനവും മനപ്രയാസം ഉളവാക്കി. നമ്മുടെ നാട്ടിൽ ജാലവിദ്യകൾ അറിയാവുന്ന ഒരു വ്യക്തി പോലും ഇല്ലെന്നോ? ഒരു പരദേശിയുടെ വെല്ലുവിളി സ്വീകരിക്കുവാൻ തൻ്റെ നാട്ടിൽ ആരുമില്ലാതായി പോയല്ലോ എന്നോർത്തപ്പോൾ അദ്ദേഹത്തിന് അപമാനം തോന്നി. വിജയലഹരി മൂത്ത് പരിഹാസ ചിരി ഉതിർത്തുകൊണ്ട് ഇന്ദ്രജാലക്കാരൻ കെട്ടും ഭാണ്ഡവും മുറുക്കുവാൻ തുടങ്ങി. അപ്പോഴാണ് കയ്യിൽ 2 ചെറിയ പൊതികളുമായി തെന്നാലി രാമൻ ഓടിക്കിതച്ച് അവിടെ എത്തിച്ചേർന്നത്. നിൽക്കൂ ഇന്ദ്രജാലക്കാരാ, നിങ്ങളുടെ വെല്ലുവിളി നാം സ്വീകരിച്ചിരിക്കുന്നു, തെന്നാലി രാമൻ ധൈര്യസമേതം പ്രസ്താവിച്ചു. നിങ്ങളോ? ഉച്ചയിൽ കുടുമയും മാറത്ത് പൂണൂലുമായി പാളത്താറും പാച്ചി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ശുദ്ധ ബ്രാഹ്മണനോട് അയാൾ പരിഹാസത്തോടെ ചോദിച്ചു. എന്തേ, നിങ്ങൾക്കെന്നെ ബോധിച്ചില്ലേ? ഞാൻ കാണിക്കുവാൻ പോകുന്ന വിദ്യ നിങ്ങൾക്ക് കാണിക്കുവാൻ സാധിക്കുമോ? ഇതാണ് എൻ്റെ ചോദ്യം. ഓ, സമ്മതിച്ചിരിക്കുന്നു. എല്ലാവരും കേട്ടല്ലോ അല്ലേ? ഇനി ഇയാൾ വാക്കുമാറ്റി പറഞ്ഞാൽ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. മഹാരാജാവിനോടും നാട്ടുകാരോടുമായിട്ട് തെന്നാലി രാമൻ വിളിച്ചു പറഞ്ഞു. കൃഷ്ണദേവരായർക്ക് അത്ഭുതം തോന്നി. അന്ന് ഇയാൾ മതപ്രഭാഷകനെ വാദത്തിൽ പരാജയപ്പെടുത്തി നാട് കടത്തി. ഇന്നിതാ പുതിയ വെല്ലുവിളിയുമായി ഇന്ദ്രജാലക്കാരനുമായി ഏറ്റുമുട്ടാൻ വന്നിരിക്കുന്നു. ഇയാൾക്ക് ജാലവിദ്യയും അറിയാമോ? എന്തായാലും ആളൊരു കേമൻ തന്നെ. ഇയാളെപ്പോലെ പാണ്ഡിത്യവും ധൈര്യവുമുള്ള വ്യക്തി നമ്മുടെ രാജ്യസഭയിൽ അംഗമാകുവാൻ സർവ്വതാ യോഗ്യൻ തന്നെ. എന്താണാവോ നിങ്ങൾ പ്രദർശിപ്പിക്കാൻ പോകുന്ന പ്രകടനം? ഇന്ദ്രജാലക്കാരൻ പരിഹാസത്തോടെ തെന്നാലി രാമനോട് ചോദിച്ചു. വെറും നിസാരമാണ്. ഞാൻ കണ്ണടച്ച് ചെയ്യാൻ പോകുന്ന വിദ്യ നിങ്ങൾ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് ചെയ്യണം, അത്ര തന്നെ. ഓ, ഇതാണോ ആനക്കാര്യം? ആരംഭിച്ചോളൂ. ജനമധ്യത്തിലേക്ക് മാറി നിന്ന് ശിരസൽപ്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കണ്ണുകൾ രണ്ടും ഇറുകെ മൂടിപ്പിടിച്ച രാമൻ കയ്യിലുണ്ടായിരുന്ന 2 പൊതികളിൽ ഒന്നഴിച്ച് തൻ്റെ കൺപോളകളിൽ വിതറിയിട്ട് പ്രാർത്ഥനാനിരതനായി നിൽക്കുന്നത് പോലെ നിന്നു. അല്പസമയത്തിന് ശേഷം കൺപോളകളിൽ വിതറിയിട്ടിരുന്ന പൊടി കുനിഞ്ഞു നിന്ന് തട്ടിക്കളഞ്ഞിട്ട് വെള്ളവും എടുത്ത് കണ്ണുമുഖവും അമർത്തി കഴുകി. കയ്യിലുണ്ടായിരുന്ന 2ാമത്തെ പൊതി ഇന്ദ്രജാലക്കാരന് നേരെ നീട്ടിപ്പിടിച്ചുകൊണ്ട് തെന്നാലി രാമൻ പറഞ്ഞു. കണ്ടില്ലേ, കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ച ജാലവിദ്യ. കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് ഈ വിദ്യ കാണിക്കാമെന്ന് ജനമധ്യത്തിൽ വെച്ച് നിങ്ങൾ സമ്മതിച്ചിരിക്കുന്നതാണ്. ഇതാ വാങ്ങിക്കൊള്ളൂ.
ഇത് ചതിയാണ്, അക്രമമാണ്. മുളകുപൊടി ആരെങ്കിലും കണ്ണിലിട്ട് പരീക്ഷണം നടത്തുമോ? ഇന്ദ്രജാലക്കാരൻ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇവിടെ പ്രസക്തി പൊടി എന്താണെന്നുള്ളതല്ല, ഞാൻ കണ്ണടച്ച് നിന്ന് കാണിക്കുന്ന വിദ്യ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്ത് കാണിക്കാമെന്നാണ്. ജനങ്ങൾക്ക് നിങ്ങൾ വാക്ക് കൊടുത്തിരിക്കുന്നതാണ്. എന്താണ് ശരിയെന്ന് അവർ തന്നെ പറയട്ടെ. രാമൻ പറയുന്നതാണ് ശരി. ഇന്ദ്രജാലക്കാരൻ കണ്ണു തുറന്നു പിടിച്ചുകൊണ്ട് പൊടിയിട്ട് കാട്ടേണ്ടതാണ്. കാണികൾ ആർത്ത് വിളിച്ചു. ഇന്ദ്രജാലക്കാരൻ്റെ നില പരുങ്ങലിലായി. അയാൾ തന്റെ മാറാപ്പും തോളിലേറ്റിക്കൊണ്ട് രക്ഷപ്പെടുന്നതിനുള്ള മാർഗം ആരാഞ്ഞു. ജനങ്ങൾ കൂകി വിളിച്ചു. നിൽക്കക്കളിയില്ലാതെ വന്നപ്പോൾ ഇന്ദ്രജാലക്കാരൻ കാണികളുടെ ഇടയിൽ കൂടി നുഴഞ്ഞിറങ്ങി അപ്രത്യക്ഷനായി. കൃഷ്ണദേവരായർക്ക് സന്തോഷമായി. ഉത്തരേന്ത്യക്കാരനായ പണ്ഡിതനെയും തമിഴ്നാട്ടുകാരനായ ഇന്ദ്രജാലക്കാരനെയും തന്റെ പ്രായോഗിക ബുദ്ധിവൈഭവം കൊണ്ട് രാമൻ വിരട്ടി ഓടിച്ചിരിക്കുന്നു. നമ്മുടെ അഭിമാനം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. രാമനെ തൻ്റെ അടുത്ത് വിളിച്ചിട്ട് കൃഷ്ണദേവരായർ പറഞ്ഞു. രാമ, ബുദ്ധിയും യുക്തിയുമുള്ള നിങ്ങൾ അവ എപ്പോൾ, എവിടെ വെച്ച്, എപ്രകാരം പ്രകടിപ്പിക്കണമെന്നുള്ള ജ്ഞാനം നേടിയിട്ടുള്ള മഹാനാണ്. ഇതാ ജനമധ്യത്തിൽ വെച്ച് നാം പ്രഖ്യാപിക്കുകയാണ്. ഇന്നു മുതൽ താങ്കൾ നമ്മുടെ കൊട്ടാരത്തിലെ വിദൂഷകനായിരിക്കും. രാജാവിൻ്റെ പ്രഖ്യാപനം പ്രജകൾ കൈയടിച്ച് അംഗീകരിച്ചു. അങ്ങനെ തെന്നാലി രാമൻ്റെ ദീർഘകാല സ്വപ്നം പൂവണിഞ്ഞു. ഹായ് കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ തെന്നാലി രാമൻ കൊട്ടാരം വിദൂഷക സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കി കഥകൾ കേൾക്കാനും കാത്തിരിക്കുമല്ലോ അല്ലേ? കൂടെ കൂട്ടുകൂടാനും മറക്കല്ലേ.